നമ്മുടെ ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശുവിൻ്റെ ഭാഷയാണോ എൻ്റേത്? യേശുവിൻ്റെ ഭാഷയും എൻ്റെ ഭാഷയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വിധവയായ ഒരമ്മച്ചിക്ക് വിധവയായ മറ്റൊരമ്മച്ചിയുടെ ഭാഷ പെട്ടെന്ന് മനസ്സിലാകും. ഹല്ലേലൂയ. നമ്മുടെ ഭാഷ മക്കൾക്ക് മനസ്സിലാകണമെന്ന് ഇല്ല. ഹല്ലേലൂയ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ അവർ പറയുന്ന ഭാഷകൾ നമുക്കും ന്യൂ ജനറേഷനിലുള്ളവരുടെ ഭാഷ മനസ്സിലാകത്തില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാകാതെ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ചില ഭാഷകളൊക്കെ നമുക്ക് തിരുത്തണം, അവൻ്റെ ഭാഷയിലേക്ക് നമ്മൾ വരണം. ഹല്ലേലൂയ. വചനത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ, സംഖ്യാപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 5 കണ്ണീരുകൾ കുടുംബത്തെ തകർത്ത് കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 കണ്ണീര് കുടുംബത്തെ തകർത്തെറിയും. നമ്മുടെ മക്കൾക്ക് പലർക്കും ഈ ഒരു കാര്യം അറിഞ്ഞുകൂടാ. ഈ ഭാഷ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല. 1 വിധവയുടെയും ദരിദ്രൻ്റെയും കണ്ണീര്, 2 പരദേശിയുടെ കണ്ണീര്, 3 മാതാപിതാക്കളുടെ കണ്ണീര്, 4 ജോലി ചെയ്യിപ്പിച്ചിട്ടും കൂലി കൊടുക്കാതിരിക്കുമ്പോൾ അവൻ്റെ കണ്ണീര്, കൊലപാതകം, നിഷ്കളങ്കൻ്റെ രക്തം ഭൂമിയിൽ വീണ് അത് വാ പിളർന്നുകൊണ്ട് പ്രതികാരത്തിനായിട്ട് ദാഹിക്കുന്നു. ഹല്ലേലൂയ. ഈ 5 കണ്ണീര് നിങ്ങൾ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോയി ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മക്കൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ കണ്ണീരിന് മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. നമ്മുടെ മക്കളാണ്, നമ്മളുടെ മക്കളും തലമുറകൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീതിയോടുകൂടി വർത്തിക്കുവാൻ, നമ്മൾ കാരണം അവർക്ക് നാശങ്ങളൊന്നും വരാതിരിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപ അവരിലേക്ക് ഒഴുകുവാൻ. ഹല്ലേലൂയ.